ഇന്നലെ വലിയൊരു സംഭവവികാസം ഉണ്ടായി. അതായത് കണ്ണൂർ ജയിലിന്റെ മുമ്പിൽ വലിയ നാടകീയ രംഗങ്ങൾ അരങ്ങേറുകയാണ്. ശ്രീ പി ജയരാജൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് കുറച്ച് വനിതകളും ഒരു 4-5 വനിതകളും ബാക്കി കുറെ ആളുകളും എല്ലാം കൂടെ കൂടി നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മുന്നോട്ടെന്നുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുന്നു, പിന്നോട്ടില്ല, അവരെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ ഏതോ വലിയ കാര്യത്തിനാണ്. പിന്നെ മനസ്സിലായത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളില്ലേ, അവരെയൊക്കെ നമ്മൾ ഈ താമ്രപത്രമൊക്കെ കൊടുത്ത് ബഹുമാനിച്ചിട്ടുണ്ടല്ലോ, ആദരിച്ചിട്ടുണ്ട്. അതേപോലെയാണ് 2 കുട്ടികളെ വെട്ടിക്കൊന്ന ഈ കൊലയാളികളെ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പം അവരെ ആദരിക്കുകയാണ്. ഇതാണ് കാണുന്നത്. ഈ മാർക്സിസ്റ്റ് പാർട്ടി ഈ ചോരയുടെ രാഷ്ട്രീയം, അതായത് ഇതുപോലെ തന്നെ കൊലപാതക രാഷ്ട്രീയം, അവര് കൈവിടാൻ തയ്യാറല്ല എന്നുള്ള ഒരു സിഗ്നലാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഒരിക്കലും ഇത് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ജയിൽ ഉപദേശക കമ്മിറ്റിയുടെ അംഗം എന്നുള്ള നിലയ്ക്കാണ് അവിടെ ചെന്നു. അത് മാത്രമല്ല, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്കാണ് വന്നേക്കുന്നത്, അതുമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ജയരാജൻ ജയിലിൽ കയറുകയാണ്. അതിനുള്ള അധികാരമില്ല അയാൾക്ക്. ഏത് സമിതിയിലുണ്ടെങ്കിലും ശരി അവിടെ കയറാൻ പറ്റത്തില്ല. ആ സമിതി കൂടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അവിടെ കയറാവുന്ന. അല്ലാതെ ഉപദേശക കമ്മിറ്റി എന്നും പറഞ്ഞ് 24 മണിക്കൂറും ജയിലിൽ കയറി നിരങ്ങാൻ ഒക്കത്തില്ല. അതിനുള്ള അധികാരമില്ല. ആകെപ്പാടെ അത് ചെയ്യാവുന്നത്, ജയിലിൽ കയറാവുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ ജഡ്ജി കയറാം. കാരണം അദ്ദേഹത്തിന് അതിന്റെ സൂപ്പർവിഷൻ ഉണ്ട്. ഞാൻ ഈ ജയിലുകളിലെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ മാത്രമല്ല, സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് കൂടെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കാം, ഇതെല്ലാം ചെയ്യാം. അല്ലാതെ ഉപദേശക സമിതി അംഗം എന്ന് പറയുന്ന അംഗം ഉണ്ടല്ലോ, നല്ല ഉപദേശമാണ് ഏതായാലും കിട്ടുന്നത്. അതായത് ഈ പാർട്ടിക്ക് വേണ്ടിയാ വന്നേക്കുന്നതെന്ന് വിളിച്ചു പറയുമ്പോൾ തന്നെ ഇയാളെ യഥാർത്ഥത്തിൽ ഈ ഉപദേശക സമിതി വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല. അതിനുള്ള യോഗ്യതയില്ല. കാരണം ഒരു പ്രത്യേക രാഷ്ട്രീയ ചായ്വൊന്നും ഇല്ലാതെ വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഇങ്ങനെയുള്ള ഇയാളെ ആണെങ്കിൽ എന്തോ തീരുമാനം എടുക്കുന്നത്? ഞാൻ പാർട്ടിക്കാരാണ് വന്നേക്കുന്നത്, ഇതാണ് വിളിച്ചു പറയുന്നത്. വേറെ ഒരിക്കൽ ഒരു ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടു, പാർട്ടിയിലെ അവരെക്കെതിരെ നടപടി എടുക്കാൻ ഒക്കത്തില്ല, അവരെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല. ഈ കൊലപാതക ശിക്ഷിച്ച കേസിലെ ആളുകളെ പുറത്താക്കാൻ പറ്റുകയില്ല. അതിന്റെ കാരണം എന്താണെന്നും കൂടെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ പുറത്താക്കാനാണെങ്കിൽ പാർട്ടിയിൽ ആരെങ്കിലും കാണുമോ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്തുള്ളത് മുഴുവൻ കൊലയാളികളും ക്രിമിനലുകളുമാണ് എന്ന് അയാൾ സമ്മതിക്കുകയാണ്. കാരണം അതുകൊണ്ട് പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും വെറി എടുക്കണം എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞുകൊണ്ട് വന്നത്. ഇതൊക്കെയാണോ രാഷ്ട്രീയം? ഇത് രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയവും കൊലപാതകവും കൂടെ ഒരിക്കലും ചേരത്തില്ല. ഇവർ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇതാണോ കമ്മ്യൂണിസം? ഇവരാരും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഞാൻ കരുതുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് യഥാർത്ഥ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസം, ഒരു പ്രിൻസിപ്പിളാണ്. അത് സ്നേഹം അതിനകത്തുള്ളതാണ്, ആത്മാർത്ഥത അതിലുള്ളതാണ്. അതിന് പകരം ഈ കുട്ടികളെ വെട്ടിക്കൊല്ലുന്നതല്ല അതിനകത്ത് ഇവരുടെ ജോലി. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. ഇതുവരെ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, എന്ത് ന്യായീകരണമായി ഇവർ കൊടുക്കുന്നത്? ഇതിലൂടെ ഇവരെന്ത് സന്ദേശമായി ഇതുപോലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? കാരണം ഞാൻ മുന്നോട്ടെന്ന് പറഞ്ഞാൽ എന്തുവാ, വീണ്ടും കൊലപാതകം നടത്തിക്കൊള്ളാനാണോ? ഇനി ഇത് മാത്രമൊന്നുമല്ല, ഈ ജയിലിൽ പോയി ഇത് കണ്ടത് കൂടാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെല്ലാം ശിക്ഷിച്ച പ്രതികളുടെ വീട്ടിലും കേട്ടോ, അതേപോലെ തന്നെ വെറുതെ വിട്ട അതിലെ പ്രതികളുണ്ടല്ലോ, അവരുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുകയാണ്. വളരെ കാര്യമായിട്ട് വേണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, താമ്രപത്രം വാങ്ങിക്കൊണ്ട് വന്നേക്കാണ്. അപ്പൊ അവരെ ആദരിക്കേണ്ട കാര്യമുണ്ടല്ലോ, അതാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ എന്തുവാ ഈ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. ശ്രീ പി ജയരാജൻ ഇങ്ങനെ പോയതിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു ചെറിയ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയില്, കാരണം അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി ഒക്കെ മറികടന്നിട്ടുള്ള ആളുകളാണ് പാർട്ടി സെക്രട്ടറിയും അതുപോലെ പല മന്ത്രിമാരും അങ്ങനെയൊക്കെ പല ആളുകളുമായത്. ശ്രീ പി ജയരാജനൊന്നും ആവാൻ പറ്റിയിട്ടില്ല യഥാർത്ഥത്തിൽ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു നിരാശ അദ്ദേഹത്തിന് കണ്ടേക്കാം. പറയുന്നില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാണാം. അപ്പൊ ഇതിപ്പോ ഈ പാർട്ടിക്കാർക്ക് യഥാർത്ഥത്തിൽ ഇത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ പാർട്ടി വലിയ അവമതിപ്പിലേക്ക് കൊണ്ടുപോയ ഒരു കാര്യമാണ് ഈ ജയിൽ സന്ദർശനവും അതുപോലെ അവിടുത്തെ ഇംഗ്ലാവ് വിളിയും.
ഇവരുടെ കൊടുത്ത സ്വീകരണമൊക്കെ. അപ്പൊ അതൊരു റോങ് സിഗ്നൽ, ഒരു മെസ്സേജ് ഈ പാർട്ടിയെ കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് ആ പാർട്ടിയിലുള്ള മിക്കവാറും ആളുകളുടെ ഒരു എനിക്ക് അറിയാം, അങ്ങനെ കാണും. പക്ഷെ ശ്രീ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. കാരണം അദ്ദേഹത്തിന് മിനിറ്റേറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്, നല്ലതായിട്ട് മുതലെടുത്തു എന്നുള്ളതാണത്. നല്ല റെഡി ആയിട്ട് അത് ക്യാഷ് ചെയ്തു. ഇനി അദ്ദേഹത്തിന് തള്ളിപ്പറയാൻ ഈ പാർട്ടിക്ക് ഒക്കത്തില്ല. കാരണം പാർട്ടിക്കാര് അല്ലേ ഇത് ചെയ്തേക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളാണല്ലോ ഇത് മുഴുവൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പകൽ പോലെ വിളിച്ചുകൊണ്ടുള്ള കാര്യമാണ്. പാർട്ടി നേതാക്കളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഒരു മുൻ MLA ശിക്ഷിക്കപ്പെട്ട കൂട്ടത്തിലുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ വരുന്ന ഉടനെ ഇത് ഈ ശ്രീ പി ജയരാജനെ തള്ളി പറയാൻ ഒക്കത്തില്ല. കാരണം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചെയ്തതല്ലേ, ഒന്നും പറയാനൊക്കത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഇത്. എന്നിട്ട് അവിടെ വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ആത്മകഥ ഇതൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് നന്നായിട്ട് പുസ്തകം എഴുതിയത് കൊടുത്തിട്ടുണ്ട്, നല്ലതായിട്ട്. എല്ലാ സഹാക്കൾക്കും വേണ്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പുസ്തകം അവിടെ വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. കാരണം പഠിച്ച് റെഡിയായി ഇറങ്ങി വരണം, ഇനിയും നന്നാവരുത് കേട്ടോ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാർട്ടിക്കാർ അവരുടെ വീടുകളിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. കാരണം ചെലവിന് കൊടുക്കും ഒക്കെ ചെയ്യും. അത് പണമുണ്ടല്ലോ, ഇഷ്ടംപോലെ പണമുണ്ട്. അപ്പൊ അത് അനുസരിച്ച് ഓരോ ഈ ശിക്ഷയുടെ കാഠിന്യം അനുസരിച്ച് ഓരോരുത്തരുടെയും കുടുംബത്തിൽ വേണ്ട ചെലവൊക്കെ അവിടെ എത്തിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് പേർക്ക് കൊടുക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എനിക്ക് നേരിട്ട് അറിയില്ല, എന്നാലും കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കും. ഏതായാലും ഇത് വളരെ ഒരു തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് കൊടുക്കാനുള്ള ഇടയായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ തെറ്റായ സന്ദേശമല്ല, ശരിയായ സന്ദേശമാണ്. ഈ സന്ദേശം ജനങ്ങളിലേക്ക് കറക്റ്റ് എത്തിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം ഇത് മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പോരാ, ഇനിയും കൊല്ലണം, ഞങ്ങൾ കൂടുണ്ട്, ഇതാണ് ഈ സന്ദേശം. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. ഈ കൊലപാതക രാഷ്ട്രീയം വേണോ വേണ്ടയോ എന്ന് കേരളത്തിലെ ജനങ്ങളാ തീരുമാനിക്കേണ്ടത്. നോക്കണം, അല്ലാതെ ഈ നേതാക്കളൊന്നും അല്ല. ആദ്യം അത് തിരിച്ചറിയുക.